ടു കറ്റാലിസിസ് ബൈ പ്രവിഷ്മ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയെ കുറിച്ചിട്ടാണ്. MOT എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. ഓക്കെ, അപ്പോൾ മുന്നത്തെ ക്ലാസ്സസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ +1 കെമിസ്ട്രി 4th ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. ഈ ഒരു ടോപ്പിക് കൂടിയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളൂ. അപ്പോൾ ക്ലാസ്സസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഹണ്ട് എന്നും മുള്ളിക്കൻ എന്നും പേരുള്ള രണ്ട് സയൻറ്റിസ്റ്റ് ചേർന്നിട്ടാണ് നമ്മളുടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1932 അവർ ഈ ഒരു തിയറി കൊണ്ടുവരുന്നത്. അക്കോർഡിംഗ് ടു മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ഇൻ മോളിക്യൂൾ the electrons are present in special type of orbitals called molecular orbitals. ഒരു മോളിക്യൂളിലുള്ള ഇലക്ട്രോൺസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓർബിറ്റൽസിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് ആണ് ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അനുസരിച്ചിട്ട് പറയുന്ന ഒരു കാര്യം. ഈ ഓർബിറ്റൽസിനെ വിളിക്കുന്നത് മോളിക്കുലാർ ഓർബിറ്റൽസ് എന്നാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, like atomic orbitals, the molecular orbitals are also characterized by a set of quantum numbers. അറ്റോമിക് ഓർബിറ്റൽസ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഓരോ അറ്റോമിക് ഓർബിറ്റൽസിനും ക്യാരക്ടറൈസ് ചെയ്യുന്നത് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സ്പിൻ ക്വാണ്ടം നമ്പർ, അതൊക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെയാണ് മോളിക്കുലാർ ഓർബിറ്റൽസിൻ്റെ കേസും. മോളിക്കുലാർ ഓർബിറ്റൽസിനും ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഈ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടാണ്. നെക്സ്റ്റ്, the molecular orbitals are formed by the combination of atomic orbitals of similar energy and proper symmetry. ഈ മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, ഈ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യണമെങ്കിൽ അവയ്ക്ക് സെയിം അല്ലെങ്കിൽ കമ്പയറബിൾ ആയിട്ടുള്ള എനർജി ആയിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള സിമെട്രി വേണം. അത്തരത്തിലുള്ള അറ്റോമിക് ഓർബിറ്റൽസ് മാത്രമാണ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, ദ മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ന്യൂക്ലിയൈ ഓഫ് ഓൾ ദ ആറ്റംസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ മോളിക്യൂൾ. ഓക്കെ, ഒരു മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ആറ്റവുമായിട്ട് ഒരു ന്യൂക്ലിയൈ ഉണ്ടായിരിക്കില്ലേ, അതെല്ലാമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, the number of molecular orbitals formed is equal to the number of atomic orbitals combined. എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ അവിടെ കമ്പൈൻ ചെയ്തത് അത്ര തന്നെ മോളിക്കുലാർ ഓർബിറ്റൽസ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, അടുത്തത്, the molecular orbitals are formed according to the increasing order of energy. നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഫില്ലിങ് പറഞ്ഞ പോലെ തന്നെയാണ് മോളിക്കുലാർ ഓർബിറ്റൽസിലും ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നത്. എന്തായിരുന്നു നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ കേസിൽ പറഞ്ഞത്? ഓഫ് ബോ പ്രിൻസിപ്പിളും അതേപോലെ തന്നെ ഹൺസ് റൂളും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഒക്കെ ഒബേ ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഫില്ലിങ് നടക്കുന്നത്. അതേപോലെ തന്നെയാണ് മോളിക്കുലാർ ഓർബിറ്റൽസിൻ്റെ കേസിലും. ഓക്കെ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയുടെ ബേസിസിലാണ് മോളിക്കുലാർ ഓർബിറ്റൽസും ഫിൽ ചെയ്യുന്നത്. ഇതൊക്കെയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ പറയുന്ന കാര്യങ്ങൾ. ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി നമുക്ക് ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂളിനും അതേപോലെ തന്നെ ഹെട്രോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂള്, പോളിന്യൂക്ലിയർ മോളിക്യൂൾസിനൊക്കെ ആപ്ലിക്കബിൾ ആണ് നമ്മളുടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമുക്ക് ഫോർമേഷൻ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ് നോക്കാം. നമുക്കറിയാം, മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അല്ലേ, അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. രണ്ട് തരത്തിൽ ഈ അറ്റോമിക് ഓർബിറ്റൽസിന് കമ്പൈൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് അഡീഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സബ്സ്ട്രാക്ഷൻ. ഓക്കെ, അഡീഷൻ വഴി അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ വഴി അറ്റോമിക് ഓർബിറ്റൽസിനെ കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യാം. ഈ ഒരു മെത്തേഡിനെ നമ്മൾ പറയുന്നതാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് അല്ലെങ്കിൽ LCAO മെത്തേഡ്. എന്താണ് ഈ LCAO മെത്തേഡ് എന്നുള്ളത് നെക്സ്റ്റ് നോക്കാം. ഫസ്റ്റ്, അഡീഷനിലൂടെ ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റൽ നോക്കാം. നമ്മൾ രണ്ട് ഹൈഡ്രജൻ ആറ്റം കൺസിഡർ ചെയ്യുക. അതിന് നമ്മൾ A എന്നും B എന്നും ഡിനോട്ട് ചെയ്തു, രണ്ട് ഹൈഡ്രജനെ.
ഇവിടെ സൈ എന്ന് പറയുന്നത് ആ ഒരു ഹൈഡ്രജൻ്റെ വേവ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഹൈഡ്രജൻ്റെ വേവ് ഫംഗ്ഷന് നമ്മൾ സൈ എ എന്ന് ഡിനോട്ട് ചെയ്തു. സെക്കൻഡ് ഹൈഡ്രജൻ്റെ വേവ് ഫംഗ്ഷന് നമ്മൾ സൈ ബി എന്നും ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ രണ്ട് ഹൈഡ്രജൻ്റെ വേവ് ഫംഗ്ഷൻസും തമ്മിൽ അഡീഷൻ നടക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും. അതിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ സ്മോൾ ബി ആയിട്ട് ഡിനോട്ട് ചെയ്തു. സൈ ബി ഈക്വൽ ടു സൈ എ പ്ലസ് സൈ ബി. ഇങ്ങനെ ഫോം ചെയ്ത മോളിക്കുലാർ ഓർബിറ്റലിനെ നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ BMO എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് അഡീഷനിലൂടെ ഫോം ചെയ്ത മോളിക്കുലാർ ഓർബിറ്റൽ. അഡീഷനിലൂടെ ഫോം ചെയ്ത മോളിക്കുലാർ ഓർബിറ്റലിനെ നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ BMO എന്നാണ് വിളിക്കുന്നത്. ഇനി സബ്സ്ട്രാക്ഷനിലൂടെ ഫോം ചെയ്യുന്നത് നോക്കാം. ഇതാണ് സബ്സ്ട്രാക്ഷൻ മെത്തേഡിലൂടെ ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റൽ. രണ്ട് ഹൈഡ്രജൻ്റെ ന്യൂക്ലിയൈ ആണ് വരച്ചിരിക്കുന്നത്. സൈ എ എന്നും സൈ ബി എന്നും വേവ് ഫംഗ്ഷൻ ഉണ്ട്. അവ തമ്മിൽ സബ്സ്ട്രാക്ഷൻ റിയാക്ഷൻ നടന്നിട്ട് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ABMO ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഇലക്ട്രോൺസ് ലോക്കലൈസ് ചെയ്ത് കിടക്കുന്നത് രണ്ട് ന്യൂക്ലിയൈൻ്റെയും എവേ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും, എനർജി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനർജി കൂടുതലായിരിക്കും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലായിരിക്കും. ഓക്കെ, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? ഇലക്ട്രോൺസ് ആ ഒരു ന്യൂക്ലിയയിൽ വിത്തിൻ ദ ന്യൂക്ലിയൈ തന്നെയായിരുന്നു ഡീലോക്കലൈസ് ചെയ്തിട്ട് കിടക്കുന്നുണ്ടായിരുന്നത്. സോ അവിടെ ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും, എനർജി കുറവായിരിക്കും. അപ്പോൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനാണോ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനാണോ എനർജി കൂടുതൽ വരുന്നത്? എനർജി കൂടുതൽ വരുന്നത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനാണ്. ഓക്കെ, നമുക്കൊരു ഡയഗ്രാം വരച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. നോക്കുക, ഇത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെയും എനർജി തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്, ഒരു എനർജി ഡയഗ്രമാണ്. ഇവിടെ സൈ എ എന്നും സൈ ബി എന്നും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ഓക്കെ, ഈ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ അഡീഷൻ വഴിയോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ വഴിയോ ആണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സൈ എയും സൈ ബിയും കൂടിയിട്ട് അഡീഷൻ മെത്തേഡിലാണെങ്കിൽ നമുക്ക് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ കിട്ടും. അതിൻ്റെ വേവ് ഫംഗ്ഷൻ സൈ ബി ഈക്വൽ ടു സൈ എ പ്ലസ് സൈ ബി ആയിരിക്കും. അതിനെ നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയും. ഈ സൈ എ ആൻഡ് സൈ ബി സബ്സ്ട്രാക്ഷൻ മെത്തേഡിലൂടെയാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്തത് എങ്കിൽ അതിനെ നമ്മൾ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നു. അതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ എ ഈക്വൽ ടു സൈ എ മൈനസ് സൈ ബി ആയിരിക്കും. അതിൻ്റെ എനർജി അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ എനർജീനേക്കാളും ഹൈ ആയിരിക്കും. ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നോർമലായിട്ടുള്ള അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസിനേക്കാളും എനർജി കുറവായിരിക്കും ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന്. അതിനേക്കാൾ എനർജി കൂടുതലായിരിക്കും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമുക്ക് BMOയും ABMOയും തമ്മിലുള്ള കമ്പാരിസൺ കാണാം. BMO ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ അഡീഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലോ, ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ സബ്സ്ട്രാക്ഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് അല്ലേ? ദെൻ BMOയിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ. ABMOയിലോ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് ഡിക്രീസ്ഡ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ. BMOയിൽ മേ ഓർ മേ നോട്ട് ഹാവ് എ നോഡ്. ABMOയിലാണെങ്കിൽ ഓൾവേസ് ഹാവ് എ നോഡ്, എപ്പോഴും ഒരു നോഡ് ഉണ്ടായിരിക്കും ABMOൻ്റെ കേസിൽ. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് എനർജി? BMOൻ്റെ എനർജി ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി അറ്റോമിക് ഓർബിറ്റൽസ്. ABMOൻ്റെ കേസിൽ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി അറ്റോമിക് ഓർബിറ്റൽസ്. ഇതാണ് BMOയും ABMOയും തമ്മിലുള്ള കമ്പാരിസൺ. മോളിക്കുലാർ ഓർബിറ്റൽസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രീക്ക് ലെറ്റേഴ്സ് ആയിട്ടുള്ള സിഗ്മ, പൈ, ഡെൽറ്റ വെച്ചിട്ടാണ്. ഡെൽറ്റ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല, സിഗ്മ ആൻഡ് പൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ പൈ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നത് എന്നുള്ളത് നോക്കാം. ഇഫ് ദ മോളിക്കുലാർ ഓർബിറ്റൽ ഫോംഡ് ഈസ് സിമെട്രിക്കൽ
along the internuclear axis അല്ലെങ്കിൽ bond axis it is called sigma molecular orbital. അതായത് അറ്റോമിക് ഓർബിറ്റൽസിന് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്ത മോളിക്കുലാർ ഓർബിറ്റൽ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്, അതിനെ ബോണ്ട് ആക്സിസ് എന്ന് നമ്മൾ വിളിക്കുന്നു. അതിൽ സിമെട്രിക്കൽ ആണെങ്കിൽ ആ ഒരു മോളിക്കുലാർ ഓർബിറ്റലിനെ നമ്മൾ സിഗ്മ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ബോണ്ടിങ്ങും ആവാം, ആൻറ്റി ബോണ്ടിങ്ങും ആവാം. ഓക്കെ, ഇനി ഈ അറ്റോമിക് ഓർബിറ്റൽസ് സൈഡ് വൈസ് അല്ലെങ്കിൽ ലാറ്ററൽ ഓവർലാപ്പ് വഴിയാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്തത് എങ്കിൽ അതിനെ നമ്മൾ പൈ മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. 1s അറ്റോമിക് ഓർബിറ്റൽസ് അഡീഷൻ മെത്തേഡിലൂടെ ഫോം ചെയ്ത മോളിക്കുലാർ ഓർബിറ്റലിനെ നമുക്ക് സിഗ്മ 1s എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ 1s ഓർബിറ്റൽ തമ്മിൽ സബ്സ്ട്രാക്ഷൻ മെത്തേഡിലൂടെയാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്തത് എങ്കിൽ അതിനെ നമുക്ക് സിഗ്മ സ്റ്റാർ 1s എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്, ഇത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. ഇതേപോലെ തന്നെ രണ്ട് 2s ഓർബിറ്റൽസ് തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ട് 2s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് നമ്മൾ സിഗ്മ 2s എന്നും സബ്സ്ട്രാക്ഷൻ റിയാക്ഷനിലൂടെ ആണെങ്കിൽ അതിനെ സിഗ്മ സ്റ്റാർ 2s എന്നും റെപ്രസെൻ്റ് ചെയ്യും. ഇനി 2p ഓർബിറ്റൽസിൻ്റെ കേസിൽ നമുക്കറിയാം px, py, pz. അതിൽ 2p സെഡിൻ്റെ ആക്സിസ് കിടക്കുന്നത് ഇൻ്റർന്യൂക്ലിയർ ആക്സിസിലാണ്, എലോങ് ദി ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് 2pz ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റൽ സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽ ആയിരിക്കും. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം നോക്കുക. രണ്ട് pz ഓർബിറ്റലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അവ തമ്മിൽ അഡീഷൻ മെത്തേഡിലൂടെ ഫോം ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റൽ ആണ് സിഗ്മ 2pz എന്ന് പറയുന്നത്. ഇനി സബ്സ്ട്രാക്ഷനിലൂടെ ആണെങ്കിലോ രണ്ട് 2pz ഓർബിറ്റൽസ് സബ്സ്ട്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മോളിക്കുലാർ ഓർബിറ്റൽ സിഗ്മ സ്റ്റാർ 2pz ആയിരിക്കും. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ദെൻ ബാക്കിയുള്ള 2p ഓർബിറ്റൽസിൻ്റെ നോക്കാം. 2pxും 2pyയും ഇതേപോലെ തന്നെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പൈ മോളിക്കുലാർ ഓർബിറ്റലാണ്. ആദ്യം 2pxൻ്റെ കേസ് നോക്കാം. രണ്ട് 2px അറ്റോമിക് ഓർബിറ്റൽസ് അഡീഷൻ നടക്കുകയാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്നത് പൈ 2px ആയിരിക്കും. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ 2pxൻ്റെ രണ്ട് ഓർബിറ്റൽസ് സബ്സ്ട്രാക്ഷൻ നടക്കുകയാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് പൈ സ്റ്റാർ 2px ആയിരിക്കും. അതായത് ആൻറ്റി ബോണ്ടിങ് ആയിട്ടുള്ള മോളിക്കുലാർ ഓർബിറ്റലാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഇതേപോലെ തന്നെയാണ് 2pyൻ്റെ കേസും വരുന്നത്. ഓക്കെ, രണ്ട് 2py ഓർബിറ്റൽസ് അറ്റോമിക് ഓർബിറ്റൽസ് അഡീഷൻ നടക്കുമ്പോൾ നമുക്ക് പൈ 2py കിട്ടുന്നു. രണ്ട് 2py അറ്റോമിക് ഓർബിറ്റൽസ് സബ്സ്ട്രാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പൈ സ്റ്റാർ 2py ആയിരിക്കും. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ എപ്പോഴൊക്കെയാണ് നമുക്ക് സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽസ് കിട്ടുന്നത്? എസ് ഓർബിറ്റൽ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ 1sഉം 2s ഒക്കെ. അതേപോലെ തന്നെ 2pയുടെ കേസിൽ 2pz ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? സിഗ്മ മോളിക്കുലാർ ഓർബിറ്റലാണ്. ദെൻ 2pxും അതേപോലെ തന്നെ 2pyയും ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവ ലാറ്ററൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? പൈ മോളിക്കുലാർ ഓർബിറ്റലാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സിഗ്മ എംഒയും പൈ എംഒയും തമ്മിലുള്ള കമ്പാരിസൺ. സിഗ്മ എംഒ ഫോം ചെയ്യുന്നത് ആക്സിയൽ ഓവർലാപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് വഴിയാണ്. പൈ എംഒ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ലാറ്ററൽ ഓവർലാപ്പ് വഴിയാണ്. സിഗ്മയുടെ കേസിൽ റീജിയൻ ഓഫ് ഓവർലാപ്പ് എന്ന് പറയുന്നത് ലാർജ് ആണ്. ബട്ട് പൈ എംഒൻ്റെ കേസിൽ റീജിയൻ ഓഫ് ഓവർലാപ്പ് എന്ന് പറയുന്നത് സ്മോൾ ആണ് വരുന്നത്. സിഗ്മ എംഒയിൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രോങ് ബോണ്ടാണ്. ബട്ട് പൈ എംഒ എന്ന് പറയുമ്പോൾ അതൊരു വീക്ക് ബോണ്ടാണ്. സിഗ്മയിൽ ഓർബിറ്റൽ ഇൻ്റർന്യൂക്ലിയർ ആക്സിസിൽ സിമെട്രിക്കൽ ആണ്. ബട്ട് പൈ എംഒൻ്റെ കേസസിൽ അത് റൊട്ടേഷന് വേണ്ടിയിട്ട് സിമെട്രിക്കൽ അല്ല.
ഓക്കെ, ഇതാണ് സിഗ്മ എംഒയും പൈ എംഒയും തമ്മിലുള്ള കമ്പാരിസൺ. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. എങ്ങനെയാണ് ഓരോ എനർജി ലെവൽസിലും ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് എന്നും അതിൻ്റെ ഡയഗ്രം ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു.